കൊല്ലം ചടയമംഗലത്ത് മദ്യലഹരിയിൽ മധ്യവയസ്കനെ തലയ്ക്കടിച്ചു കൊന്നു. ചടയമംഗലം സ്വദേശി നൌഷാദാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ കരകുളം സ്വദേശി ദിജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, വാർത്തയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൃത, ഇന്ന് രാവിലെ ഈ ഷാപ്പിലേക്ക് അതായത് ഷാപ്പിന്റെ ഉടമ അവിടേക്ക് വരുന്ന സമയത്താണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. ഏറെ നാളായി ഈ ഷാപ്പ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ബിവറേജസിലേക്ക് പോകുന്നതിന് സമീപത്തായിരുന്നു ഈ ഷാപ്പ് പ്രവർത്തിച്ചിരുന്നത്. അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ട് വളരെ വേഗത്തിൽ മുകളിലേക്ക് കയറി നോക്കുമ്പോഴാണ് ഒരാൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ പോലീസിനെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടിരിക്കുന്നത് ചടയമംഗലം സ്വദേശിയായിട്ടുള്ള നൌഷാദാണ്. 53 വയസ്സായിട്ടുണ്ട്. ഇയാളെ കൊലപ്പെടുത്തിയിരിക്കുന്ന തിരുവനന്തപുരം കരകുളം സ്വദേശിയായിട്ടുള്ള ദിജേഷിനെ ചടയമംഗലം പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സാധാരണയായിട്ട് അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ബിവറേജസിൽ നിന്ന് മദ്യം വാങ്ങിയതിനു ശേഷം പലരും ഈ ഷാപ്പിൽ നിന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു. ഇവരും മദ്യപിച്ചതിന് ശേഷം പണത്തെ ചൊല്ലിയുണ്ടായ തർക്കം, അതായത് പണം നഷ്ടപ്പെട്ടിരുന്നു ദിജേഷിന്. അതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഈ കൊലപാതകത്തിൽ കലാശിയെന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു സിമന്റ് കട്ട ഉപയോഗിച്ചാണ് ഈ നൌഷാദിന്റെ തലയ്ക്കടിച്ചിരിക്കുന്നത്. അത് തന്നെയാണ്, അതായത് അവിടെ രക്തം വാർന്നാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമൃത.